ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഗെയിമിൽ പുതിയൊരു പാക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നാഷണൽ ഓൾ സ്റ്റാർസ് വന്നിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി വെച്ചാൽ പാക്കിൻ്റെ ഒരു ഓപ്പണിംഗ് ആണ്. കോമഡി എന്താ വെച്ചാൽ ഇത് ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ കറക്കി ഗായ്സ്. അപ്പോൾ എനിക്കൊരു തേങ്ങ ഇവിടെ കൊണാബി വന്നിട്ടില്ല. അപ്പോൾ ചതിച്ച് അതിൻ്റെ വീഡിയോകൾ ഇതിലെ കണ്ടു വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നാളെ നിങ്ങൾ കാണുക. കൊടാവി ചാമ്പ്യൻ്റെ ഇന്ന ചാമ്പ്യൻ മെയിൻ അക്കൗണ്ടിൽ ചാമ്പ്യൻ്റെ കുറച്ച് ഇനി കറക്കാൻ കിടക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ കഴിയുമ്പോഴേക്കും കറക്കാൻ നോക്കി 20 ദിവസം ഉണ്ടല്ലേ പാക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളിത് കറക്കില്ലേ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇത് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നാഷണൽ ഓൾ സ്റ്റാർ പറഞ്ഞിട്ട് പാക്കാണ് കേട്ടോ ഇത് കിടക്കണു. സോ ഇതിനും ഇവിടെ ഹസാഡ് ഉണ്ട്. ആൾ മൂവ്മെൻറ്റ് ഡ്രിബിളിങ് പ്ലസ് മാഗ്നറ്റിക് ഫീറ്റ് പറഞ്ഞ സ്കില്ലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് ബുള്ളറ്റായിട്ട് നമ്മുടെ സ്ലാട്ടൻ ഇബ്രാഹിമോയ്ക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെപ്പെ വന്നിട്ടുണ്ട്. ഫോർസസ് പ്ലസ് ലോങ് റീടാക്കിളാണ് ആളുടെ സ്കില്ല്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ സ്നൈഡർ ഉണ്ട് ഗൈസ്. ഓക്കെ, സ്നൈഡർ വന്നിരിക്കുന്നത് ബ്ലിഡ് സ്കേൾ പ്ലസ് ഫിനോൽ പാസ്. പിന്നെ ലെംബാർഡ് ഉണ്ട്, ബോക്സ് ടു ബോക്സ് ആണ് ആൾ വന്നിരിക്കുന്നത്. പിന്നെ പെപ് ഗാർഡിയോള ഓർക്കസ്ട്രേറ്റർ കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റോജോക്കോവിക്കും. അപ്പോൾ ഈ പാക്ക് വെച്ച് കഴിഞ്ഞാൽ കിടിലം പാക്കാണ്. ഓക്കെ, അപ്പോൾ നാഷണൽ ഓൾ സ്റ്റാർസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹസാഡാണ് കേട്ടോ. സോ ഹസാഡിന് കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും. അപ്പോൾ നമ്മൾ കറക്കാൻ പോകുന്നത് നമ്മുടെ ഇർഫാൻ പ്രോയുടെ അക്കൗണ്ടിലാണ് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്ന് നമുക്കിത് കിട്ടോ ഇല്ലേ എന്ന്. ഹസാഡിനെ കിട്ടിയാൽ മതിയായിരുന്നു. 12,800 കോയിൻ ഉണ്ട് ഇതിൽ. അപ്പോൾ എന്തായാലും കിട്ടും എന്നാണ് പ്രതീക്ഷ. പ്രോബിലിറ്റി കൂടുതലാണ് കിട്ടാൻ. എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. ഫസ്റ്റ് ടൈമിനെ കിട്ടാൻ അടിപൊളിയാവും കേട്ടോ. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമുക്ക് ഇന്ന് കിട്ടോ ഇല്ലേ എന്ന്. കിട്ടിയാൽ മതിയായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളിത് കറക്കിയിട്ട് നിങ്ങൾക്ക് ഇന്ന് ആരെ കിട്ടിയെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ട്രൈ ഇറക്കിയിട്ട് അതിന് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് താഴാൻ വേണ്ടിയിട്ടോ. അപ്പോൾ കുറേ പേർക്കൊക്കെ കിട്ടിയെന്ന് കണ്ടു ഞാൻ. ഫ്രീ ട്രൈ കാര്യങ്ങളൊക്കെ എനിക്കും കിട്ടി. ഫ്രീ ട്രൈ കഫൂന് കിട്ടി. അതിൻ്റെ ആ തൊരയിൽ ഞാൻ കറക്കാൻ പോയത് ഇതൊക്കെ എല്ലാം പോയടാ. എൻ്റെ 4,000 കോയിന് 5,000 കോയിന് എങ്ങടാ പോയെന്ന് ഞാൻ കണ്ടില്ല. കുഴപ്പമില്ല, പറഞ്ഞു തീർക്കണ്ട ഇനി. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ ബാക്ക് ഓപ്പണിങ് എന്താവുന്നത്. സോ ഫസ്റ്റ് ടൈം നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് വെച്ച് കഴിഞ്ഞാൽ 500 കോയിന് ഇറക്കി കഴിഞ്ഞാൽ 10 പ്ലേസിന് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അതെന്തായാലും നമുക്ക് കൊടുക്കാം. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. CMF ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് ട്രൈന് നമുക്ക് കിട്ടിയിട്ടില്ല, സാധനം കിട്ടിയില്ല. അതെ, യുക്രൈനത്തെ പ്ലെയറാണ്. യുക്രൈനെ മറ്റേ നമ്മുടെ ഇവാൻ കലൂഷിനൊക്കെ ഈ ബസ്സിലുണ്ടാവും കേട്ടോ. സോ ചെങ്ങായി കണ്ടി ടോപ്പായിരിക്കും. സോ ഫസ്റ്റ് ടൈം കിട്ടിക്കണ ആരാണ്? മൈക്കോളോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയറാണ്. വേറൊരു പ്ലെയറോടും കിട്ടിയിട്ടുണ്ട്. ജെയിംസ് റോഡ്രിഗസ്. അത് വേറെ ഏതോ പ്ലെയറിൽ നിന്ന് ഗൈസ്. ജെയിംസ് റോഡ്രിഗസ് ഞാൻ അതിശയിപ്പിച്ച പോലെ തോന്നരുത്. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ആദ്യം ഒന്ന് ഇതായി പോയി, അതാണ് കേട്ടോ. സോ എന്തായാലും ഫസ്റ്റ് ട്രൈ മൂഞ്ചിയിട്ട് നമുക്ക് എന്തായാലും സെക്കൻഡ് ട്രൈ കൊടുക്കാം. IOS ആണ് കേട്ടോ ഇത്. സോ 10 ഹീറ്റൊക്കെ വേണ്ടി ചെറുതായിട്ട്. ഓക്കെ, ഹസാഡാണ് വേണ്ടത്. സാറിനെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും. പിന്നെ നമുക്ക് സ്റ്റോജോക്കോവിക്ക് തൊട്ട് നോക്കാം, കാരണം അതിൻ്റെ അടിയിലാണല്ലോ കിടക്കണേ. കിട്ടിക്കഴിഞ്ഞാൽ ലാഭം എന്ന് പറയണ പോലെ കിട്ടിയ ഭാഗ്യം. ഓക്കെ, സോ സെക്കൻഡ് ട്രൈ കൊടുക്കുകയാണ്. 900 ക്യാൻസൽ. 900. ലെറ്റ്സ് ഗോ ഫോർ ഹസാഡ്. തരുമോ? എടാ എനിക്ക് ഉമ്മാർ ഇങ്ങനെയാണ് ഇന്നും ഉമ്മാർ ചാമ്പ്യയുടെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. എന്നാലും ഇന്ന ചാമ്പ്യന് കണക്കില്ല. ഇതാ വീണ്ടും ഇതാരാ? ജൂലിയൻ അലോറസ് ആണോ? അല്ല, നോമദാണ് നമ്മുടെ സ്പെയിൻ്റെ പ്ലെയർ. അവിടെ എന്നെ എന്നാലും ചാമ്പ്യയുടെ ലൈവിലിട്ടിട്ടേ നിങ്ങൾ വീഡിയോ കണ്ടു വിചാരിക്കേണ്ടത് നല്ല ചാമ്പ്യനാവും. നല്ല വിഷമമുണ്ട് വിചാരിക്കണമല്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ചാമ്പ്യൻ കിട്ടി ഇർഫാൻ ബ്രോക്ക് ചാമ്പ്യനാവും ബ്രോ. ചാമ്പാണ്ടിരുന്നാൽ മതിയായിരുന്നു. കോയിനുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ഇൻ്റർഫേസിലുള്ള 3 പ്ലേസിനെ തൊടാദ്യം. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്പിൻ ചെയ്യാം. മൂന്നാമത്തെ പ്ലെയർ കമോൺ. ഓക്കെ, ഇൻ്റർഫേസിലുള്ള 3 പ്ലേസിനെ തൊട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹസാഡ് അതിനകത്ത് മെയിൻ ടാർഗറ്റ്. ഹസാഡ്, ലെറ്റ്സ് ഗോ ഹസാഡ് കമോൺ. എപ്പിക്കാണ്, പക്ഷേ ഹസാഡല്ല. ഹസാഡാണെങ്കിൽ ബിഗ് ടൈം പൊട്ടിയിട്ടേ വരിക. ഇതാരും ലെംബാർഡാണ് ഗൈസ്. നമ്മുടെ പ്രതീക്ഷകൾക്ക് എല്ലാം ഇവർ മരമിട്ട് നടുകയാണല്ലോ അടുക്കി കയറിയിട്ട്. ലെംബാർഡ്ജീനെ അടിച്ചിടാ. മെയിൻ അക്കൗണ്ടിലൊക്കെ കിട്ടുകയാണെങ്കിൽ സന്തോഷവാനാണ്, കാരണം ലെംബാർഡൊന്നും ഇല്ല എൻ്റെ മെയിൻ അക്കൗണ്ടിൽ. പക്ഷെ ഇത് ഇർഫാൻ ബ്രോക്ക് ഹസാഡിനെ വേണ്ടി. ഹസാഡിന് എടുത്തു കൊടുത്തേ തീരും. എന്തായാലും നിങ്ങൾക്കും ഇങ്ങനെ കുറേ തേപ്പ് കിട്ടിയിട്ടുണ്ടാവും എനിക്കറിയാം. നിങ്ങൾ കണ്ട് സന്തോഷിക്കേണ്ട. നിങ്ങൾ ഇറക്കണ്ട നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഈ അറ്റത്തുള്ളവന്മാരെ തൊടാം നമുക്ക്. സ്നൈഡർ ഇത് പുതിയ ട്രിക്കാണ് കേട്ടോ. നിങ്ങൾ ഹസാഡിന് വേണമെങ്കിൽ ഇത് തൊട്ടുക, എന്നിട്ട് വന്നിട്ട് പിന്നെ ക്യാൻസൽ ആണെന്ന് അമർത്ത് നിൽക്കരുത്. ഡയറക്റ്റ് കൊടുക്കണം 900. ഓക്കെ, ഡയറക്റ്റ് ഉള്ളവരും കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടും.
പുട്ട് വീണ്ടും വെപ്പിക്ക. എടാ ഇത് ബിഗ് ടൈം ഇട്ട എടാ ഏമ അസാഡല്ലേ ഇത്? അത് അസാഡാ. ബിഗ് ടൈം പൊട്ടിയില്ല, പക്ഷെ അസാഡിന് കിട്ടിയിട്ടോ. എടാ അസാഡിന് കിട്ടി. ബിഗ് ടൈം പൊട്ടൊന്നും ചെയ്തില്ല, പക്ഷെ അസാഡിന് കിട്ടി ഗൈസ്. ഞാൻ പേടിച്ചാ. അയ്യോ ഗൈസ്, എന്തായാലും 9,000 കോയിൻ ബാക്കി വെക്കുമ്പോൾ നമുക്ക് ഇത് അസാഡിന് കിട്ടിയിട്ട് മൂപ്പർക്ക് അസാഡിനെ മാത്രം മതി. അപ്പോൾ നമ്മൾ ഹാപ്പി, മൂപ്പര് ഹാപ്പി. ഓ ഭാഗ്യം. ഇതുപോലെ എനിക്കാണ് 3ാമത്തെ ട്രയൽ വരികയാണ്. ഞാൻ എന്ത് സന്തോഷവാനായിരുന്നത്. എന്നെ ചതിച്ചാലടാ കൊണാമി ഇതിയൊക്കെ കൂടിയിട്ട് എന്ത് കാര്യം. എന്തായാലും അത്ര മതി ഗൈസ്. ഇനി എന്തായാലും ആ പാക്ക് തുറന്നില്ല. ആൾക്ക് ആ കാർഡ് മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും കുഴപ്പമില്ല. ഭാഗ്യമുണ്ട്. ഞാനും ത്രില്ലായി, നിങ്ങളും ത്രില്ലായി. ഓക്കെ, ഇനി എന്തായാലും ഉള്ള സ്കോഡ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണുള്ള സ്കോഡ്. സെറ്റ് സ്കോഡാണ് മൂപ്പരെ. അപ്പോൾ എന്തായാലും ഹസാഡ് എവിടെ? AMF ഹസാഡിന് നമുക്ക് തൽക്കാലം സോൾഡ് അവിടെ ഇടാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്യിക്കാം. ഓക്കെ, ലെവൽ ട്രെയിനിങ്. ഓക്കെ, നമുക്ക് ബൂസ്റ്റർ കൊടുക്കുക. ബൂസ്റ്ററിന് അപ്പോൾ ബോൾ ക്യാരിങ് കൊടുക്കണം കേട്ടോ. അത് ഉണ്ടോ കേട്ടോ ബൂസ്റ്റർ കൊടുക്കാൾ? ഉണ്ട് ഒരെണ്ണുണ്ട്. നമുക്ക് ബോൾ ക്യാരിങ് കൊടുക്കാം. സെറ്റ്. മാക്സിമം എത്ര ആവും? ഒരു 108 ആയിരിക്കൂലേ? 108 നോക്കാം. ഇതോടെ റെക്കമെൻഡഡ് 101 ഇതായിട്ട് കിടക്കുന്ന സാധാ. അപ്പോൾ ഒരു 108 ഉണ്ടാവും. 109 ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹസാഡിൻ്റെ സ്റ്റാറ്റ്സ്. ഞാൻ കാണിച്ചു തരാം. 27 വയസ്സുള്ള ഹസാഡാണ്. 173 ആളുടെ ഹൈറ്റ്. റൈറ്റ് ഫുട്ടറാണ്. 2018 കാർഡാണ് കേട്ടോ ഇത്. വേൾഡ് കപ്പ് ടൈമിലുള്ളതാണ്. ചെൽസി കാർഡാണ്. ഹോൾ പ്ലെയർ. ഓക്കെ, ട്രിക്കസ്റ്റർ മാച്ചിങ് ആണ്. സ്പീഡിയം ഫുൾ വെച്ച് ഇൻവെസീവ് റണ്ണുണ്ട്. ഇതാട്ടോ ഡ്രിബിളിങ് സെക്ഷൻ. ഒരു രക്ഷയില്ല മോനെ. ഇത് മാഗ്നറ്റിക് പീച്ച് പ്ലസ് മൊമെൻ്റ് ഡ്രിബിളിങ് കത്തും ഉറപ്പാണ്. ഫിനിഷിംഗ് ഉണ്ട് 90. സ്പീഡ്, ആക്സലേഷൻ എല്ലാം കണ്ടിട്ട് മൂപ്പർക്ക്. ഇതാണ്ടോ സ്പീഡ് 93, ആക്സൽ 95. നമുക്ക് ഡ്രിബിളിങ് കുറച്ചിട്ട് 100 ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. ബാലൻസ് 97 ഉണ്ട്. സെറ്റാണ് ഗൈസ്, ഒരു രക്ഷയില്ല. പൊളിയാണ്. ഇഞ്ചുറി റെസിസ്റ്റൻസ് മീഡിയം, ഫോം അൺവെയറിങ്. ആ നേരത്തൊന്നും ആൾക്ക് ഇഞ്ചുറി ഒന്നും അങ്ങനെ പറ്റില്ല. പെട്ടെന്ന് ആൾക്ക് ഇഞ്ചുറി ഒന്നും ആൾ തകർന്നത്. അതുകൊണ്ട് ഈ കാർഡ് പക്കയാണ് ഗൈസ്. ഡബിൾ ടച്ച്, സോൾ കൺട്രോൾ, മൂവ്മെൻറ്റ് ഡ്രിബിൾ, മാഗ്നറ്റിക് പീച്ച്, ലോങ് റേഞ്ച് കേളർ, ലോങ് റേഞ്ച് ഷൂട്ടിങ്, ഫസ്റ്റ് ഷോട്ട്, 1 ടച്ച് പാസ്, ത്രൂ പാസിങ്, ഔട്ട് സൈഡ് കേളർ. സോ എല്ലാം കണ്ടിട്ട് മൂപ്പർക്ക് സെറ്റ് കാർഡാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും പൊളിച്ചു. അസാഡ് 109 തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അസാഡിന് കിട്ടിയ ശേഷം താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ വരുന്നത് ഇതൊക്കെയാണ്. ഇഷ്ടമായിക്കുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. കറക്റ്റ് നമ്മുടെ ടാർഗറ്റിന് കിട്ടി, അതൊക്കെ പറയുള്ളൂ. അപ്പോൾ ബൈ.